നാമമന്ത്രത്തോടു കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നമ്മളെല്ലാവരും ആ ഹരേ രാമ ഹരേ കൃഷ്ണ പാടിത്തരുന്ന സമയത്ത് ഉറക്കെ ശ്രീകൃഷ്ണനാമം ഉച്ചരിക്കണം. അങ്ങനെ ഉച്ചരിച്ചാണ് നമ്മുടെ ഈ അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധമാക്കുവാൻ, പരിശുദ്ധമാക്കുവാൻ ആ കൃഷ്ണമന്ത്രം കൊണ്ട് സാധിക്കണം. ധർമ്മത്തെ നമുക്ക് പറയുന്നത് കേട്ടാൽ അത്ഭുതം തോന്നും. ഒരു ഭരണാധികാരി എന്തൊക്കെ ചെയ്യണം? ഒരു ഭരണാധികാരിക്ക് മറ്റുള്ളവരെ ശാസിക്കാനും ആ ഭരണാധികാരിയെ ഭയമുണ്ടാവുകയും ചെയ്യണമെന്നാണ്. കാരണം എന്താണ്? എന്നാലേ ഭരണാധികാരി ലീഡർ നേരെയായാലേ ബാക്കിയുള്ളവർ നേരെയാവും, പേടിച്ചിട്ട് നേരെയാവും, അല്ല നേരെയാവുന്ന ആഗ്രഹം ഉണ്ടായിട്ടൊന്നും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി എന്തൊക്കെ ചെയ്യണം എന്നത് ഇവിടെ കർദമൻ വ്യക്തമായിട്ട് മനുവിനോട് സൂചിപ്പിക്കുകയാണ്. തുടർന്ന് കർദമ പ്രജാപതിയോട് മനു പറഞ്ഞു, ഞാൻ എൻ്റെ പുത്രിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. ബ്രഹ്മാതൃതൽ സുമുഖതോ യുഷ്മാൻ ആത്മപരീക്ഷയ ഛന്തോമയ തപോ വിജ്ഞ യോഗയുക്താനലംബന. ഒരു മാർഗവുമില്ല. എപ്പോഴും ഗൃഹത്തിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കണം. അതുകൊണ്ട് ഭൂരിപക്ഷം പേരും ബ്രാഹ്മണന്മാരാവില്ല. ചിലവർ പറയും എനിക്ക് ക്ഷത്രിയത്വം മതി, അങ്ങാതൊരു പൊക്കോളൂ. ചിലർ പറയും എനിക്ക് നിലനിൽപ്പിന് ദാനാദികർമ്മങ്ങൾ ആവശ്യമായിരുന്നു. മറ്റുള്ളവരെ സംബന്ധിച്ച് ദാനം അവർ സ്വീകരിക്കുമായിരുന്നില്ല. ഈ ഏതൊരു കഥ പറയുമ്പോഴും ഏതൊരു വിഷയത്തെ അവതരിപ്പിക്കുമ്പോഴും ആ വിഷയത്തിന്റെ പശ്ചാത്തലം, അത് ഏതൊരു കാലത്താണ് നടന്നത്, അതിന്റെ പശ്ചാത്തലത്തെയും വരനെ കണ്ടു കാണണം. ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുള്ള കൃഷ്ണ കങ്കണ
വൈരാഗ്യം അതുകൊണ്ട് കൂടുതലാണ്. ആ വാശിയും വൈരാഗ്യവും ശക്തമായ കേന്ദ്രീകരിച്ചുകൊണ്ട് ശൂരൻ എന്നുള്ള മഹാരാജാവും ശൂരന് വസുദേവര് എന്നുള്ള പുത്രനും ഉണ്ടായി. വസുദേവര് ലീലകളാടി ഭൂമിയുടെ ഭാരത്തെ മുഴുവനും ഇല്ലാതെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഭാരത്തെ കുറച്ച് തൻ്റെ അവതാരോദ്ദേശത്തെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു കൃഷ്ണ കഥ പറയണം. ആർക്കാ കൃഷ്ണകഥ പറഞ്ഞു കൊടുക്കേണ്ടത്? കേൾക്കാൻ തൽപരരാണ് എങ്കിൽ, അല്ലെങ്കിൽ ചുരുക്കണം. വസുദേവരുടെയും ദേവികയുടെയും വിവാഹം 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാണ്. തുടർന്ന് ദേവികദേവി ഉണ്ടാകുന്ന പുത്രന്മാരെ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കാമെന്ന് വെച്ച് കംസനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. കംസൻ തിരിച്ച് കാരാഗൃഹത്തിൽ നിന്ന് ദേവകദേവിയുടെ മാറിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ഉണ്ണിയെ ദേവികദേവിയുടെ ദുഃഖം നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ്. ഏതച്ഛനും അമ്മയ്ക്കുമാണ് കൺകൊമ്പിൽ വെച്ച് 6 കുട്ടികൾ അവരെ കൊണ്ടെത്തിച്ച് രാമനായിട്ട് അന്തരിച്ചു. ിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വസുദേവന്റെ ഹൃദയത്തിലെ നീല പ്രകാശം. ആ നീലപ്രകാശം കൊണ്ടും ഞങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആവാനവൃത്ത നാരായണ കൃഷ്ണ മുരാരേ നാരായണ കൃഷ്ണ മുരാരേ നാരായണ കൃഷ്ണ മുരാരേ നരകാന്തക കൃഷ്ണ മുരാരേ അത് വേദാന്തപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പറയാനൊന്നും വയ്യ. കാരണം എന്താ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തെരുവീതിയിൽ അരങ്ങ് നടക്കുന്ന നായികയോടെ ഞാനുണ്ട്. കഴിഞ്ഞതിന് ശേഷം ആണ് നിറവറ സമർപ്പിക്കാൻ കൂടുതൽ നല്ലത്. സർവദേവതമാരുടെ അനുഗ്രഹവും ഉണ്ടാക്കേണ്ടത് വരും. അതിന്റെ വസ്ത്രത്തിലും ഒരു അപരാധം മംഗളം
കിശോര നടനമാടേണ്ടേ. കാര്യമാണ് അവൾക്ക് ഇനി വേണമെങ്കിൽ എപ്പോ വേണമെങ്കിലും നിങ്ങൾ കുട്ടികളെ കൊണ്ട് പോകും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോ എന്താ വേണ്ട തിരുമേനി ആദ്യം ചെയ്യുന്നത് കുറ്റപ്പെടുത്താതെ കണ്ടിരിക്കുക. ഈ അടി അത് പണ്ടത്തെ കാലത്ത്, ഈ കാലത്ത് നിങ്ങൾ പെൺകുട്ടികളെ അടിച്ചാൽ കുട്ടികളെ വളർത്തുന്നത് നട